ഹലോ മക്കളുമാരെ, നമുക്ക് വഴുതനങ്ങ വറുത്താലോ? നല്ല സൂപ്പർ ടേസ്റ്റാണ് വഴുതനങ്ങ വറുത്തെടുക്കുന്നത്, പൊരിച്ചെടുക്കുന്നത്. നല്ല ഈ വഴുതനങ്ങ നമ്മൾ പപ്പടം പൊള്ളിച്ചെടുക്കുന്ന പോലെ ഇരിക്കും. കട്ടി കുറച്ച് നല്ലോണം അരിഞ്ഞ് കഴിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കറയെല്ലാം കളയുക. കറയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വാരിയിട്ട് അതിനകത്തേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. മസാല എന്ന് പറഞ്ഞാൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല ഇടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് വറുത്ത് നോക്കണം. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. നമ്മുടെ വഴുതനങ്ങ എത്രയുണ്ട് അപ്പോൾ അതനുസരിച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഒരു മുറി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ കുരു വീഴാതെ അത് എല്ലാം പിഴിഞ്ഞ് നീര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ ആവശ്യത്തിന് ഒരു കളറിന് വേണ്ടി നമ്മൾ ലേശം 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു കളറിന് വേണ്ടി. എന്നിട്ട് നല്ലോണം ഓരോന്നും എടുത്ത് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ നല്ലോണം ചൂടാകണം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഓരോന്നും പിറക്കിയിട്ട് കൊടുക്കുക. ഓരോന്ന് പിറക്കിയിട്ടതിന് ശേഷം അത് എല്ലാം ഒന്നിച്ച് വാരിയിടരുത്. വാരിയിട്ട് കഴിഞ്ഞാൽ എല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് ഇതാകും. അപ്പം ഓരോന്നും പിറക്കിയിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം പൊരിച്ചെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റായി. ഒരു മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നോക്കിയിട്ട് കമൻറ്റിൽ കൂടെ പറയുക നല്ലതാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.